ഹലോ വെൽക്കം ബാക്ക് ടു പാച്ചൂസ് വേൾഡ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. പകുതി എത്തിയപ്പോഴാണ് പാച്ചുട്ടി പറയണം, അമ്മ വീഡിയോ എടുക്കുക, അമ്മ വീഡിയോ എടുക്കുകയെന്ന്. അപ്പോഴത്തിന് ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ശരി, ഇപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നതും ഒക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇവിടെ എത്തിയതും രണ്ടുപേരും കൂടി ഭയങ്കര അടി. ഈ വലത് സൈഡിലിരിക്കുന്ന വലിയൊരു ചെയറുണ്ടല്ലോ, അതിൽ രണ്ടുപേർക്കും ഇരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഒരുവിധം സോപ്പിട്ട് മയക്കി ഞാൻ പാച്ചുവിനെ ആ മറ്റേ ചെയറിൽ ഇരുത്തിയിട്ടോ. പിന്നെ കുറച്ചൊക്കെ സംസാരിച്ച് സോപ്പിട്ടപ്പോൾ അവന് അവിടെ പോയിരുന്ന്. ചെറിയൻ തീരെ സമ്മതിക്കണില്ല. മിക്കവാറും അവൻ വരുമ്പോൾ ചാച്ചു ഈ ചെറിയ കസേരയിലും പാച്ചി വലിയ കസേരയിലാണ് ഇരിക്കാറ്. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം വന്നത് എനിക്ക് ഈ കസേര മതി എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ തപസ്സിയായിരുന്നു. ഓരോ കസേരയിലിരിക്കാനുള്ള ഓരോ അംഗങ്ങളെ. അത് കഴിഞ്ഞ് ഞങ്ങൾ മിലിറ്ററി ടൈപ്പാണ് കേട്ടോ മുടി കട്ട് ചെയ്യാറ്. എന്തോ ബാക്കിയുള്ള മുടികെട്ടിനോട് എനിക്ക് താല്പര്യമില്ല. മിലിറ്ററി ആകുമ്പോൾ നല്ല ഒതുങ്ങി നിൽക്കും. പക്ഷെ അതാർക്കും താല്പര്യമില്ല കേട്ടോ. മുടിയൊക്കെ അങ്ങനെ നല്ല പറ്റായിട്ട് നല്ല വൃത്തിയിൽ തോന്നാറുണ്ട് എനിക്ക്. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് കോമാളിത്തരങ്ങളും കോപ്രായങ്ങളാണ്. ഞങ്ങൾ എന്ന് വിളിക്കാണ് വരിക. ഒരു 4 മണി 4:30 ആകുമ്പോൾ ഞങ്ങളിവിടെ എത്തും. ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും, ചില ദിവസങ്ങളിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. മുടി വെട്ടണത് വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചേ ഇല്ല കേട്ടോ. കുട്ടികൾ വാശി പിടിച്ചപ്പോഴാണ് എന്നാൽ ശരി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവർ രണ്ടുപേരും പിറ്റത്തെ ദിവസം മലയ്ക്ക് പോവുകയാണ്. അവർ സ്വാമിമാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്ന് വന്നത് നന്നായി. നാളെ വന്നിട്ടുണ്ടെങ്കിൽ അവർ കട അടവല്ലേ ഉണ്ടാവുക. 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇനി തുറക്കുള്ളൂ. പോയി വന്ന് അതിൻ്റെ ക്ഷീണം കഴിഞ്ഞിട്ടല്ലേ ഇനി തുറക്കുള്ളൂ, കട തുറക്കുള്ളൂ. അപ്പോൾ ഇന്ന് വന്നത് എന്തായാലും നന്നായി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ രണ്ട് മാസമായി ഞാൻ ഇവരുടെ മുടി വെട്ടിയിട്ട്. ചാച്ചുവിൻ്റെ പിറന്നാളിൻ്റെ ആ ഒരാഴ്ച മുന്നേ മുടി വെട്ടിയതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പിറന്നാൾ മാസം മുടി വെട്ടില്ല. പിറന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ് മുടി വെട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചാച്ചുവിനോടാണെങ്കിൽ മുടി വെട്ടേണ്ട കാര്യം പറയുകയും ചെയ്തു. എനിക്ക് ഓർമ്മ ഉണ്ടായില്ല പിറന്നാൾ മാസമാണ് എന്നുള്ളത്. എന്നിട്ട് അങ്ങനെ അവൻ്റെ മുടിയാണ് ആ പ്രാവശ്യം വെട്ടിയത്. അപ്പം പിന്നെ പാച്ചുവിൻ്റെ പിറന്നാളായി. അപ്പോൾ അത് കാരണം ഞാൻ അതിന് വലിയ ഊന്നൽ കൊടുത്തില്ല. പിറന്നാൾ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. പിന്നെ അതിനുള്ളൊരു സാവകാശവും സമയവും കിട്ടിയുമില്ല. എന്നിട്ട് അങ്ങനെ മുടി വെട്ട് നീണ്ടു പോയി. ഇപ്പോൾ 2 മാസമായി മുടി വെട്ടിയിട്ട്. അപ്പോൾ തന്നെ കാട് പോലെ കിടക്കണം. പാച്ചുവിൻ്റെ ഇങ്ങനെ എന്താ പറയുക, മുള്ളമ്പന്നിയുടെ മുള്ളു പോലെ നിൽക്കുള്ളൂ. നീളമുടിയായ കാരണേ അതങ്ങനെ നീണ്ട് നിൽക്കുള്ളൂ. അതാണ് പ്രയാസം. ചാച്ചുവിൻ്റെ പിന്നെ ചീന്തി വെച്ചാൽ ഒതുങ്ങി നിൽക്കും. ചാച്ചുവിൻ്റെ നല്ല ഉള്ളുള്ള മുടിയാണ്. പാച്ചുവിൻ്റെ ഇതേ പോലത്തെ കോലമുടിയാണ്, ഉള്ളു കുറവാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മുടിക്കഥകൾ. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇനി ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആവുകയില്ലേ. അപ്പം കുറച്ച് വൃത്തിയിലും വെടുപ്പിലിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാർബർ ഷോപ്പിലേക്ക് ഇവരെ നല്ല പരിചയമാണ് കേട്ടോ. ഞങ്ങൾ വന്ന് നല്ല പരിചയമായ കാരണം ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കണത്. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും വീഡിയോ കാണിച്ച് തായോ പറയില്ലേ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് ഉരുളും. അപ്പോൾ അതിന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളുള്ള ഉസ്താദ് ഹോട്ടലിൽ പോയിട്ട് ഓരോ പൊറോട്ടയും ബട്ടർ ചിക്കനും വാങ്ങിച്ചു കൊടുത്തു. ഞാൻ മിക്കവാറും മുടി വെട്ടിക്കാൻ കൊണ്ടുവരുമ്പോൾ ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ. ഒരു ജ്യൂസ്, 2 പേർക്കും ഓരോ ജ്യൂസിൻ്റെ ഫ്രൂട്ടിയുടെ സ്പ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഓരോ കുപ്പി, പിന്നെ എന്തെങ്കിലും ഓരോ മിഠായി മാത്രമേ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. ഏട്ടൻ വരുമ്പോൾ പൊറോട്ടയും ചിക്കനും മസ്റ്റാണ്. അപ്പം ഇന്ന് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എന്തായാലും വാങ്ങിച്ചു കൊടുക്കണം. അപ്പം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഹോട്ടലിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ നീ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ, അതൊരു മോശമല്ലേ, പാവങ്ങൾ അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ അത് കാരണം എന്നാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി വാങ്ങിച്ചു കൊടുത്തു. അവർ സുഖമായിട്ട് അതൊക്കെ കഴിച്ചു. ഞങ്ങൾ മുട്ട എന്നാണ് പറയണത്, മുടി വെട്ടിയത് കാണിച്ചു തന്നാട്ടാ നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ വരിയായിട്ട് കിടക്കണു. ഇപ്പം റോഡ് സൈഡും മൊത്തം ഇവരുടെ അധീനതയിലാണ് കേട്ടോ. ഞാൻ പേടിച്ചിട്ടാണ് കൊണ്ടുപോകണം. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എത്രയും 5-6 എണ്ണം ഉണ്ട് വരിയായിട്ട് കിടക്കണം. ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു അടുത്ത് കൂടെ പോരുമ്പോൾ. പിന്നെ എന്തോ ഭാഗ്യം ഒന്നും ചെയ്തില്ല. നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാട്ടോ പോണത്. ചേച്ചിയുടെ വീടിൻ്റെ അവിടേക്ക് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് കൂടെ കയറിയപ്പോഴാണ്
ചാച്ചു പറയണ നിൻ്റെ അംഗനവാടി കാണിച്ചു കൊടുക്കുമെന്ന്. അപ്പോൾ ചാച്ചുവിൻ്റെ അംഗനവാടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അത് കൂടെ കയറിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി ഞങ്ങളെ വീടിൻ്റെ അടുത്തെത്തി. എന്തൊക്കെയോ കുറേ ഞാൻ പറയുന്നുണ്ട്, എന്താണെന്നൊക്കെയോ അറിയില്ല, അവർക്കും അറിയില്ല. എന്നിട്ട് ഞങ്ങൾ ഇതാട്ടോ ചാച്ചുവിൻ്റെ അംഗനവാടി. ചാച്ചുവും പാച്ചും പാറും ഒക്കെ ഈ അംഗനവാടിയിലാണ് പഠിച്ചത്. ശ്രേയയും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അംഗനവാടി ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അംഗനവാടിയൊക്കെ സൂപ്പർ അംഗനവാടിയായി. ഇത് ഞങ്ങളുടെ തറവാട്, നമ്മുടെ തറവാടത്. അതിൻ്റെ അത് കൂടെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവരെല്ലാവരും കൂടി കൂറ്റനാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്നില്ല, നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ പാച്ചു പറയാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഗെയ്സ് ഇവിടെ ആരും ഇല്ല ഗെയ്സ്, അമ്മമ്മയും ഉണ്ണിയൊക്കെ അങ്ങോട്ട് പോയി ഗെയ്സ് എന്നൊക്കെ പറയാണ് കേട്ടോ. അവൻ ഭയങ്കര വ്ളോഗറായി കിടക്കണം ഇപ്പോൾ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.